ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, തപസ് കാലത്തിൻ്റെ 5-ാമത്തെ ഞായറാഴ്ച ഇന്ന് ആഗോള തിരുസഭ ഓശാന ഞായറാഴ്ചയായി ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ഇന്നത്തെ വചന സന്ദേശമെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു പോകുവാനിരിക്കുന്ന പീഡാനുഭവവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ ആദ്യ വായന യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ സഹനദാസനായ ക്രിസ്തുവിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ ധ്യാനിക്കുകയാണ്. അവൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. നിന്ദനയിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ക്രിസ്തുവിൻ്റെ ഉറപ്പിതായിരുന്നു. ജീവിതത്തിൽ സഹന വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുമ്പോഴും പിതാവായ ദൈവം തന്നോടൊപ്പമുണ്ടെന്നും അവിടുന്ന് സകലതും നന്മയായി രൂപാന്തരപ്പെടുത്തുമെന്നും അവിടുന്ന് വിശ്വസിക്കുകയും ആ ബോധ്യത്തിൽ യാത്ര തുടരുകയും ചെയ്തു. ഇന്നത്തെ 2-ാമത്തെ വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അവിടെ 2-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലുമായിരുന്നിട്ടും ദൈവമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ക്രിസ്തു തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ അവൻ നമ്മെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അവൻ കുരിശു മരണം വരെ അനുസരണമുള്ളവനായിരുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തന്നെ താഴ്ത്തി വിനീതദാസനായി കുരിശ് ഏറ്റെടുത്തുകൊണ്ട് ജീവിതയാത്ര തുടർന്ന ക്രിസ്തു സകല മനുഷ്യരാലും ആരാധിക്കപ്പെടുന്ന രക്ഷയുടെ മഹത്വം സ്വന്തമായ അനുഭവമായി മാറി. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകലരും അവൻ്റെ നാമം കേൾക്കുന്ന മാത്രയിൽ മുഴങ്കാൽ മടക്കപ്പെടണം. ദൈവം സകല പ്രപഞ്ചങ്ങൾക്കും ആരാധന പാത്രമായി മാറിയത് സഹനത്തിലൂടെയാണ്. ഈ വിശുദ്ധമായ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി മുതൽ ധ്യാനിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹന വഴികളാണ്. അതിൻ്റെ ആരംഭമാണ് ജെറൂസലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയമായ പ്രവേശനം. ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ, നൊമ്പരങ്ങളെ ഹോസാന പാടി സ്വീകരിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. യഥാർത്ഥത്തിൽ തങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവത്തോട് അവർ നിലവിളിക്കുകയാണ്: കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ, സേവ് us now. ഇപ്പോൾ തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. ഈ ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാനാകും. ഈ ദൈവത്തിൻ്റെ പേര് രക്ഷകൻ എന്നാണ്. അവൻ നമ്മെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ ദുരനുഭവങ്ങളിൽ നിന്ന്, പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. യേശു ജെറൂസലേം പ്രവേശത്തിന് മുമ്പായി ശിഷ്യനോട് ആവശ്യപ്പെടുന്നത് ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടുണ്ടാകും, അതിനെ അഴിച്ചുകൊണ്ടുവരിക. യേശു അതിനുള്ളിൽ കയറിയാണ് ജെറൂസലേമിലേക്ക് പ്രവേശിച്ചത്. ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത കഴുതക്കുട്ടി സകല വിശുദ്ധിയുടെയും പൂർണ്ണതയാണ് ക്രിസ്തു എന്ന് തെളിയിക്കുന്നു. ആരെങ്കിലും കഴുതക്കുട്ടി എന്തിനാണ് അഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗുരുവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് പറയുക. സത്യത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന, ധ്യാനിപ്പിക്കുന്ന ഒരു വിഷയമാണിത്. ആർക്കും വേണ്ടാത്ത നമ്മെ ക്രിസ്തുവിന് ആവശ്യമുണ്ട്. ഗുരുവിന് ആവശ്യമില്ലാത്തതായി ഈ ഭൂമിയിൽ ആരുമില്ല. നാം ആര് തന്നെയാണെങ്കിലും, ഏത് ദുരനുഭവത്തിലാണെങ്കിലും ക്രിസ്തുവിന് നമ്മെ ആവശ്യമുണ്ട്. നാം ആകുന്ന കഴുതക്കുട്ടിയെ ക്രിസ്തുവിന് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സ്നേഹതണലിൽ നിൽക്കുവാനും അവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും പരിശ്രമിക്കുക തന്നെ വേണം. കൂടുതൽ സ്നേഹത്തോടെ, തീഷ്ണതയോടെ, വിശ്വസ്തയോടെ ജീവിതയാത്ര തുടരാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു. അവൻ്റെ സഹനങ്ങളിലൂടെ സകല സൃഷ്ടപ്രപഞ്ചവും വീണ്ടെടുക്കപ്പെട്ടു. ആകയാൽ ഈ വിശുദ്ധമായ കാലഘട്ടത്തിൽ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുകയും കർത്താവിൻ്റെ സ്നേഹതണലിൽ നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ
നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവഹിതം വിശ്വസ്തയോടെ നിറവേറ്റാം. കാരണം അവൻ സമാധാനപ്രിയനാണ്, അവിടുന്ന് ആശ്വാസദായകനാണ്, അവിടുന്ന് രക്ഷകനും വീണ്ടെടുക്കുന്ന നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവുമാണ്. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.